കരമന അഖിൽ വധക്കേസിൽ പിടിയിലായവരിൽ 4 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു, സുമേഷ്, വിനീത് രാജ്, ഗൂഢാലോചന കുറ്റത്തിൽ പിടിയിലായ കിരൺ എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. രാഹുൽ, ഈ പ്രതികൾ നമുക്കറിയാം 2 നിഷ്ഠൂരമായ കൊലപാതകങ്ങളിൽ പങ്കാളികളായ പ്രതികൾ. അവർ സമൂഹത്തിനുണ്ടാക്കുന്ന ഭീഷണി എത്രത്തോളമാണ് എന്ന നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ റിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തിന് സുരക്ഷ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. എപ്പോഴാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക? വിവരങ്ങൾ. അത് തീർച്ചയായും ആ കരമനയിലെ ആക്രമണ ദൃശ്യം കണ്ടപ്പോൾ നമ്മൾ വളരെയധികം ഞെട്ടിയതാണ്. അപ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എന്താണ്, ഇവർ ആരാണെന്നുള്ള ചോദ്യമാണ് വന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ആരാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് 2018 സമാനമായൊരു കൊലപാതകത്തിന് ഭാഗമായവരാണ് ഇവരെന്ന് അറിയുന്നത്. അത്തരത്തിൽ ഇവരുടെ ഒരു ക്രിമിനൽ ചരിത്രം പരിശോധിച്ചാൽ ആകെ അങ്കലാപ്പുണ്ടാക്കുന്ന, അത് സൂചിപ്പിച്ചതുപോലെ സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഈ നാട്ടിൽ കഴിയുമെന്നൊക്കെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡുകളുള്ള ആൾക്കാരാണ്. അത്തരത്തിൽ ഈ കേസ് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ പോലീസ് പഴുതടച്ച വലിയൊരു അന്വേഷണം പ്രതികളെ പിടികൂടാൻ നടത്തിയിരുന്നു. അത്തരത്തിൽ എല്ലാ പ്രതികളും നാട് വിടാൻ ശ്രമിച്ചിരുന്നു. തമിഴ്നാട്ടിലേക്കാണ് ഇവർ ആദ്യം എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അത്തരത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോയെന്ന് വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വളഞ്ഞ് അത്തരത്തിലാണ് അഖിലെന്ന അപ്പു, 1-ാം പ്രതി അഖിലെന്ന അപ്പുവിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുന്നത്. പിന്നീട് 2-ാം പ്രതി സുമേഷ്, 3-ാം പ്രതി വിനീത്, ഇവർ രണ്ടുപേരും പോലീസ് അവിടെ എത്തിയതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ രണ്ടുപേരും പിടികൂടുന്നത്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവർ അനീഷ് ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഇന്ന് പ്രധാനപ്പെട്ട പ്രതി, അതായത് നേരിട്ട് പങ്കുള്ള പ്രധാനപ്പെട്ട പ്രതികൾ 1, 2, 3 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോർട്ട് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ അഖിലെന്ന അപ്പുവിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. അത്തരത്തിൽ ഇന്ന് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും 2019 നടന്ന അനന്തു വധക്കേസിലെ ജാമ്യം പോലും റദ്ദാകാനുള്ള സാധ്യതയാണുള്ളത്. അത്തരത്തിൽ വലിയ ക്രിമിനൽ ചരിത്രമുള്ള ഇവർക്ക് വലിയ ശിക്ഷ തന്നെ ലഭിക്കും. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് അതുള്ളത്. ഈ നാട്ടുകാരുടെ ആവശ്യവും ഇത് തന്നെയാണ്. നിഷ്ഠൂരമായൊരു കൊലപാതകം നടത്തി പുറത്തിറങ്ങിയിട്ട് തൊട്ടടുത്ത നിമിഷം നമുക്കറിയാം, അന്നത്തെ ആ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു കേസിൽ പുറത്തിറങ്ങിയിട്ട് ആദ്യം ആലോചിക്കുന്നത് മറ്റൊരു കൊലപാതകം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതും അതിനു വേണ്ടിയുള്ള സംഘം ചേരലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനി പുറത്തിറങ്ങിയാലും ഈ കേസിലെ സാക്ഷികൾ അങ്ങനെ പലതുണ്ട് അവർക്ക് പകരം വീട്ടാൻ. അപ്പോൾ അവർ പുറത്തിറങ്ങരുത് എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ജാമ്യം റദ്ദാകാനുള്ള അപേക്ഷ പോലീസ് നൽകുമോ? തീർച്ചയായും അനന്തു വധക്കേസിൽ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ പോലീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 2 സംഭവങ്ങൾ എടുത്താലും അതിനു മുമ്പ് അവർ ഈ 2018 ഒരു ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർ ഒത്തുചേരുന്നു. അപ്പോഴാണ് മുൻപുണ്ടായ തർക്കം മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ആ അനന്തു എന്ന പയ്യനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് വളരെ നിഷ്ഠൂരമായി അവർ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനന്തു വധക്കേസിലെ വിചാരണയും കഴിഞ്ഞ് ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് 26-ാം തീയതി ബാറിൽ വെച്ച് നടന്ന സംഭവം അവർ ഓർക്കുകയും അങ്ങനെ ഈ വൈശാഖ് എന്ന് പറയുന്ന ആളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കരമനയിൽ എത്തുകയും ചെയ്യുന്നത്. വൈശാഖിനെ കിട്ടിയില്ല, പകരം ഒപ്പം ഉണ്ടായിരുന്ന അഖിലിനെയാണ് കിട്ടുന്നത്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഇവർ സംഘം ചേരുമ്പോൾ അല്ലെങ്കിൽ ഇവർ ലഹരിയിലാകുമ്പോൾ ഇവർ പഴയ തർക്കങ്ങൾ ഓർത്തെടുക്കുക, അത്തരത്തിൽ ഇവരെ കൊല്ലാൻ പദ്ധതിയിടുക എന്ന് പറയുന്ന തിരിച്ചറിവില്ലാത്ത രീതിയിൽ എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പോലീസുകാരും പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ രീതി പറയുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ കുറ്റം ചെയ്യുന്നു പറയുമ്പോഴോ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇത് പറയുന്നത് തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ പറയുന്ന കാര്യം അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ശരി തന്നെയാണ്. ഇവരിനി പുറത്തിറങ്ങിയാൽ ഇത് തുടരില്ലേ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് മുമ്പത്തെ കേസിലെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഈ കേസിൽ അത്തരത്തിലുള്ള വലിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ ശിക്ഷ തന്നെയായിരിക്കും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. മധു, സംഘം ചേരൽ, മാരകായുധങ്ങൾ കൈവശം വെക്കൽ, ഗൂഢാലോചന, ഇങ്ങനെ പല വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പോലീസിന്റെ റിമാൻഡ് ആവശ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ ഒന്നാമത്തെ കാര്യം, ഈ ചരിത്രം, അത് ഇവർ കടന്നു വന്ന ക്രിമിനൽ ചരിത്രം ഉന്നയിച്ചുകൊണ്ടാണ് പോലീസ് ഈ പറയുന്ന FIR ആയിക്കോട്ടെ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് ആയിക്കോട്ടെ ശക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുമാത്രമല്ല, ഈ ആളുകൾ കൊല്ലപ്പെടുന്ന സ്ഥലം അത് പട്ടാപ്പകലാണ്, നടു റോഡിൽ വെച്ചാണ്, മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്, തല്ലിക്കൊല്ലുകയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ കൊലപാതക രീതി ആയിക്കോട്ടെ, ഇവരുടെ മുൻകാലത്തിലുള്ള ക്രിമിനൽ ചരിത്രമാകട്ടെ, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് കേസ് ശക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാരകായുധങ്ങളും ലഹരി ഉപയോഗവും എല്ലാം ചേർത്തുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് ശക്തമാക്കിക്കൊണ്ടാണ് ഈ കോടതിയിൽ ഹാജരാക്കുന്നത്. മധു, ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ടത്
ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തുന്ന, ഇത്തരത്തിൽ കൊടും ക്രൂരകൃത്യം നടത്തുന്ന ആ പശ്ചാത്തലമുള്ള ആളുകൾ സ്വൈര്യമായി പുറത്ത് വിഹരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് വലിയൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ആക്രമണത്തിലൂടെ, ഈ കൊലപാതകത്തിലൂടെ സമൂഹത്തിനുണ്ടായത്, പോലീസ് സംവിധാനത്തിന് ഉണ്ടാകേണ്ടത്. അതിലെന്തെങ്കിലും നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ടോ ഇത്തരത്തിൽ പുറത്ത് വിഹരിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ പൂട്ടാൻ പൊതുവിൽ സംസ്ഥാനത്ത്? അത് തീർച്ചയായും നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കറക്ഷൻ സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു കറക്ഷൻ സിസ്റ്റത്തിലൂടെ കടന്നു വന്നവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നവരെ പ്രാപ്തരാക്കുക എന്നാണ് നമ്മൾ പൊതുവിൽ പറയുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ ട്രാക്ക് റെക്കോർഡ് ഉള്ളവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ പുറത്തിറക്കാൻ പ്രാപ്തരായോ എന്നുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം നിലവിൽ നമുക്ക് അത് പരാജയമായി തുടരുകയാണെന്നാണ് പറയേണ്ടത്. കാരണം ഒരു കേസിൻ്റെ വിചാരണ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോലും അടുത്ത ആളിലേക്ക് അല്ലെങ്കിൽ അടുത്ത കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന മനോഭാവമുള്ളവരാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ വലിയ ക്രിമിനൽ ചരിത്രമുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ നിഷ്ഠൂരമായ ഈ കൊലപാതക കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുക, അവർ പുറത്തിറങ്ങിയാലും അത്തരത്തിൽ അവരുടെ ഈ പറയുന്ന എന്ത് കാര്യങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള ട്രാക്കിങ് അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ശക്തമാക്കണം എന്നുള്ള വലിയ ആവശ്യമാണ് നാട്ടുകാരും ജനങ്ങളും ഉന്നയിക്കുന്നത്. അത്തരത്തിലൊരു സംവിധാനം പോലീസ് നേതൃത്വത്തിൽ ഇടപെട്ട് അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ആവശ്യമാണ് ഈ കേസുകളെല്ലാം നമ്മുടെ മുന്നിലേക്ക്. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം മാത്രമല്ല, ഈ പറയുന്ന പ്രതികളുടെ ലഹരി പശ്ചാത്തലമൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇവർക്ക് വീണ്ടും, അതായത് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷവും ലഹരി ഉപയോഗിക്കാനും ലഹരി അവരിലേക്ക് എത്തുന്ന വഴികളുമൊക്കെ വലിയ തോതിൽ എങ്ങനെയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്, അവരിലൂടെ ലഹരി റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇതിലൊക്കെ നിതാന്തമായ ജാഗ്രത പുലർത്താനുള്ള ഒരു സംവിധാനം മാത്രമാണ് സമൂഹത്തിന് സുരക്ഷ ഉറപ്പുവരുത്തുക. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.